ലോകത്തെ ഏറ്റവും ശക്തരായ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ പരസ്പരം ഏറ്റുമുട്ടുന്നു, അമേരിക്കയും ചൈനയും. യെസ്, ദ വേൾഡ്സ് ടു ബിഗ്ഗസ്റ്റ് ഇക്കോണമീസ് ആർ വൺസ് അഗെയിൻ ലോക്കിംഗ് ഹോൺസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധം ലോകത്തെ അപ്പാടെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓഹരി വിപണികളിൽ കടുത്ത രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നു. നിക്ഷേപകർ കടുത്ത സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടെ പകരച്ചുങ്കം വെച്ചുള്ള ട്രംപിന്റെ കളി അടുത്ത റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇത്തവണ ഇന്ത്യക്ക് പ്രത്യേകിച്ചും വൻ തിരിച്ചടിയായേക്കാവുന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഫാർമ സെക്ടറിൽ ഉയർന്ന താരിഫുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് മിസ്റ്റർ ട്രംപ്. ഇന്ത്യ ഭീതിയോടെ നോക്കുന്ന പ്രഖ്യാപനം. നോക്കാം, ട്രംപിന്റെ ഫാർമ തീരുവ പ്രഖ്യാപനം ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുക. ഫാക്ട് ആൻഡ് ഫോക്കസ്. കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച താരിഫുകൾ ഇന്നു മുതൽ നിലവിൽ വന്നിരിക്കുന്നു. 180 രാജ്യങ്ങളിൽ താരിഫുകൾ നിലവിൽ വന്നു. ചൈനയ്ക്ക് മുകളിലുള്ള 104% തീരുവ നിലവിൽ വന്നു. ഇതിലൊന്നും ഉൾപ്പെടാതെ ട്രംപ് ഭരണകൂടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് 2 സെക്ടറുകളായിരുന്നു. ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറും മറ്റൊന്ന് സെമി കണ്ടക്ടറുകളും. പക്ഷേ ഇന്നലെ അമേരിക്കയിലേക്കുള്ള ഫാർമ ഇറക്കുമതിക്കുമേലും വലിയ താരിഫുകൾ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രഷണൽ കമ്മിറ്റിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഫാർമ സെക്ടറിനെ കുറിച്ച് വെളിപ്പെടുത്തിയത്. എത്രയാണെന്നോ എങ്ങനെയാണെന്നോ ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇപ്പോൾ സൂചന നൽകിയ ഈ താരിഫുകളോടെ ഡ്രഗ് കമ്പനികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ US കൊണ്ടുവരുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യയെയും അമേരിക്കയെയും വല്ലാതെ ബാധിച്ചേക്കാവുന്ന ഒരു നീക്കമായിരിക്കും ഇത്. എങ്ങനെയാണ് ഇത് ഇന്ത്യയെ ബാധിക്കുമെന്ന് ആദ്യം നോക്കാം. ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്ക അത്രയും വലിയൊരു മാർക്കറ്റാണ്. ഒരർത്ഥത്തിൽ അമേരിക്കയുടെ ആരോഗ്യരംഗത്തെ പിടിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. 2024 കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും ആകെ കയറ്റുമതി ചെയ്ത ഫാർമ ഉൽപ്പന്നങ്ങളുടെ ആകെ മൂല്യം $2,790 കോടി. ഇതിൽ 31% അമേരിക്കയിലേക്കാണ്. അതായത് ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം $870 കോടി ഫാർമ എക്സ്പോർട്ടും നടക്കുന്നത് അമേരിക്കയിലേക്കാണ് എന്നർത്ഥം. ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകളാണിത്. 2022 അമേരിക്കയിലെ ഡോക്ടർമാർ എഴുതുന്ന 10 പ്രിസ്ക്രിപ്ഷനുകളിൽ 4 ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകളായിരുന്നു അത്രേ. അമേരിക്കക്കാരുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഇന്ത്യൻ മരുന്നു കമ്പനികൾ വഹിക്കുന്ന പ്രാധാന്യത്തെയാണ് ഈ കണക്കുകളെല്ലാം ബോധിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിലെത്തുന്ന ജനറിക് മരുന്നുകളിൽ 45% സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ്. ബയോസിമിലർ ഡ്രഗുകളിൽ 15% നൽകുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ വലിയ മരുന്നു കമ്പനികളായ ഡോക്ടർ റെഡ്ഡീസ്, ഓറബിന്ദോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസ്, സൺ ഫാർമ, ഗ്ലാൻഡ് ഫാർമ ഇങ്ങനെ തുടങ്ങി നിരവധി മരുന്ന് കമ്പനികൾ തങ്ങളുടെ ലാഭത്തിൻ്റെ 30 മുതൽ 50% വരെ ലാഭമെടുക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ്. ഈ സാധ്യതകളുടെ പുറത്താണ് ട്രംപിന്റെ തീരുവ എത്തുന്നത്. ഇന്ത്യയിലെ മരുന്നു കമ്പനികൾ അടക്കമുള്ള ഫാർമ സെക്ടറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി വ്യവസായങ്ങളെയാണ് ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ബാധിക്കാൻ പോകുന്നത് എന്നർത്ഥം. ഇന്ത്യക്ക് മാത്രമല്ല, അമേരിക്കക്കും ഇത് ബാധ്യതയാകും. മരുന്ന് ഉൽപാദന ചെലവ് വർദ്ധിക്കും. മെഡിക്കൽ ഉപകരണങ്ങൾ അടക്കമുള്ളവയുടെ വില കുറച്ചുകൊണ്ട് മത്സരിക്കാൻ ഇനി കമ്പനികൾക്ക് സാധിക്കാതെ വരും. ഒടുവിൽ പൊതുജനത്തിന്, അമേരിക്കൻ പൗരന്മാർക്ക് തങ്ങളുടെ നാട്ടിൽ വലിയ വിലയിൽ മരുന്നുകൾ വാങ്ങേണ്ടി വരും. അമേരിക്ക ഇപ്പോൾ മരുന്നുകൾക്കായി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ചെലവ് കുറഞ്ഞ വ്യവസായങ്ങളെയാണ്. താരിഫ് വർദ്ധിക്കുന്നതോടെ വിലക്കയറ്റമുണ്ടാകും. ഇതൊരു പക്ഷേ അമേരിക്കയിൽ മരുന്നുകൾക്ക് പോലും ക്ഷാമമുണ്ടാക്കാൻ വരെ സാധ്യതയുള്ള പ്രഖ്യാപനമാണ്. അമേരിക്കയിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകളുടെ ഉൽപ്പാദനം കാര്യമായി നടക്കുന്നില്ല എന്ന് ട്രംപ് മുമ്പേ കുറ്റപ്പെടുത്താറുള്ളതാണ്. US കൂടുതൽ കമ്പനികളെ കൊണ്ടുവരാൻ മറ്റു രാജ്യങ്ങൾക്കുമേൽ താരിഫ് ഉൾപ്പെടുത്തുമെന്നിതാ ഇപ്പോൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ പ്രഖ്യാപനം കഴിഞ്ഞതോടെ ഇന്ന് രാവിലെ തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഫാർമ സെക്ടറിൽ ചലനങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. സൺ ഫാർമയുടെയും ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയുടെയും ഓറബിന്ദോ ഫാർമയുടെയും ഗ്ലാൻഡ് ഫാർമയുടെയും എല്ലാം സ്റ്റോക്കുകൾ 5% വരെ ഇന്ന് ഇടിഞ്ഞു. നിലവിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഫാർമസ്യൂട്ടിക്കൽ ഇറക്കുമതിക്ക് 10% ഇന്ത്യ താരിഫ് ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ തിരിച്ച് ഇന്ത്യക്കുമേൽ ഫാർമ സെക്ടറിൽ അമേരിക്കയുടെ താരിഫ് തീരെ നിലവിലില്ല. നിലവിൽ താരിഫ് വരുമെന്ന് ട്രംപ് പറഞ്ഞുവെന്നല്ലാതെ അത് എത്ര കണ്ട് ഉയർന്നതായിരിക്കുമെന്ന് സൂചനകളില്ല. ഇന്ത്യ അടക്കമുള്ള അമേരിക്കയുടെ ആരോഗ്യരംഗത്തെ പിടിച്ചു നിർത്തുന്ന രാജ്യങ്ങൾക്ക് താരിഫിൽ ഇളവുണ്ടാകുമോ എന്നതായിരിക്കും അടുത്ത ചോദ്യം. അങ്ങനെ ഇല്ലാത്ത പക്ഷം അമേരിക്കക്കാർ ഭയക്കുന്ന പോലെ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പോലും വില വർദ്ധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ ട്രംപ് പ്രതീക്ഷിക്കുന്ന പോലെ മരുന്നു കമ്പനികൾ അമേരിക്കയിലേക്ക് പ്രവർത്തനം മാറ്റുമോ?
അങ്ങനെയെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ വിപണനം നടത്തി ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഫാർമ സെക്ടറുകൾക്ക് അത് തിരിച്ചടിയായിരിക്കും. ഇനി ഡൊണാൾഡ് ട്രംപിന്റെ സ്വന്തം ഫ്രണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ട് ഈ തീരുവ പ്രഖ്യാപനങ്ങളിൽ എന്തെങ്കിലും ഇളവുണ്ടാക്കുമോ എന്നതാണ് അടുത്ത പ്രതീക്ഷ. ട്രംപും മോഡിയും തമ്മിൽ മൈ ഫ്രണ്ട് ബന്ധമുണ്ടെങ്കിലും ഇതുവരെയുള്ള ട്രംപിന്റെ തീരുവ നടപടികൾ അനുസരിച്ച് ആ പ്രതീക്ഷ നിലനിൽക്കുന്നില്ല താനും.